വയനാട്ടിലും ബി.ജെ.പിയിൽ ഭിന്നത. സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു ബി.ജെ.പി വിട്ടു. പാർട്ടിയിൽ അടിമുടി ഗ്രൂപ്പിസമെന്നാണ് ആരോപണം. സുരേന്ദ്രൻ പക്ഷവും കൃഷ്ണദാസ് പക്ഷവുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മുൻ ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേരുമെന്നാണ് സൂചന. ദീപക് മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മോഹൻ, നേരത്തെ കെ.പി. മധുവിനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്, ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അതിനുശേഷം സൈലന്റ് ആയിരുന്ന മധു ഇപ്പോൾ ഈ അവസരത്തിൽ കടന്നുവരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്? സുജയ പാർവതി, മധു മുൻ വയനാട് ജില്ലാ ബി.ജെ.പിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. മുൻപ് ഈ കാട്ടാനയുടെ ആക്രമണം നടന്ന് 2 ആൾ മരിച്ചിരുന്നു. ആ സമയത്ത് വലിയ പ്രക്ഷോഭമുണ്ടായി. ആ സമയത്ത് ഇത്തരത്തിൽ, അതായത് ലോഹയിട്ട അച്ഛന്മാരാണ് എന്നുള്ളൊരു പ്രതികരണത്തെ തുടർന്നാണ് മധുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത്. ഇപ്പോൾ മധു പ്രതികരിച്ചിരിക്കുന്നത് ബി.ജെ.പിയിലും വയനാട്ടിൽ ബി.ജെ.പിയിലും ഭിന്നത രൂക്ഷമാണെന്നാണ്. മാത്രമല്ല, സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള പ്രതികരണമാണ് മധുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ കെ സുരേന്ദ്രനും ഒപ്പം പി കൃഷ്ണദാസും ഇവർ രണ്ടുപേരുടെയും പക്ഷങ്ങളാണ് പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അടിമുടി പാർട്ടിയിൽ ഗ്രൂപ്പിസം ഉണ്ടെന്നുമാണ് മധു പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പാർട്ടിയുമായുള്ള സ്വരച്ചേർച്ച വെളിവായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മധു നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വവുമായി സംസാരിച്ചിരുന്നു. മാത്രമല്ല, നേരത്തെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കിയതിന് ശേഷം മധു പാർട്ടിയിൽ അത്ര സജീവമായിരുന്നില്ല. ജില്ലാ നേതൃത്വവുമായും സംസ്ഥാന നേതൃത്വവുമായും ഒക്കെ തന്നെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. മധുവിനെ കൂടുതലായി കാര്യങ്ങളിൽ ഇടപെടുത്തുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ ബി.ജെ.പിയിൽ പരസ്യമായ രഹസ്യമായിരുന്നു. അതിനിടയിലാണ് മുൻ പ്രസിഡന്റ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. ഏതായാലും കോൺഗ്രസിലേക്ക് ആണ് മധു പോകുന്നതെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ബി.ജെ.പിയിൽ നിന്നുള്ള പ്രാഥമിക അംഗത്വം രാജിവെച്ചു. ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നു. ഒപ്പം സ്ഥാനാർത്ഥി ദീപക് മോഹൻ, ഈ കെ.പി. മധു ലോഹയിട്ട ആളുകളാണ്, പിടിക്കട, അവരെ തല്ലട എന്നൊക്കെ ആക്രോശം മുഴക്കിക്കൊണ്ട് വന്നത് എന്ന ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ ക്രൈസ്തവ സഭകളുമായൊക്കെ ബി.ജെ.പിയെ അടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് മധുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന വന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിനുശേഷമാണ് പ്രശാന്ത് മലവലിനെ പ്രസിഡന്റ് ആക്കുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴല്ല, നവ്യ മത്സരിക്കുമ്പോൾ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു കെ.പി. മധു. സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോഹയിട്ട വൈദികരെ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു പരാമർശം മധുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ സമയത്ത് പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധം നടന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. പിന്നീടാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് മധുവിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പക്ഷേ നവ്യ ഹരിദാസിൻ്റെ പ്രചരണ സമയത്തോ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ്റെ പ്രചരണ സമയത്തോ ഇത്തരത്തിൽ മധു സജീവമായിരുന്നില്ല. മാത്രമല്ല, ബത്തേരി മൂടക്കൊല്ലി സ്വദേശിയാണ് മുൻ പ്രസിഡന്റായ കെ.പി. മധു. പക്ഷേ ഈ സമയത്തൊന്നും ബത്തേരി ഭാഗത്ത് അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ സജീവമായ പ്രചരണത്തിന് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സജീവമായ പ്രചരണത്തിൽ അദ്ദേഹം ഇറങ്ങാതിരുന്നത്. ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷമാണ് പ്രശാന്ത് മലവേലിനെ വയനാട് ജില്ലാ ബി.ജെ.പി പ്രസിഡന്റ് ആക്കുന്നത്. അതോടൊപ്പം തന്നെ മധുവിനെ പൂർണ്ണമായും അവഗണിച്ചു എന്നുള്ള രീതിയിൽ പാർട്ടിയിൽ പടലപ്പിണക്കങ്ങൾ സജീവമായിരുന്നു. അതിനിടയിലാണ് മധു ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനും ഒപ്പം തീർച്ചയായും ഇക്കാര്യത്തിൽ പ്രതികരണങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. കെ സുരേന്ദ്രൻ അടക്കം കെ.പി. മധുവും കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, സന്ദീപ് വാര്യർക്ക് പിന്നാലെ കെ.പി. മധുവും കോൺഗ്രസിലേക്ക് പോകുന്നത് എത്രത്തോളം ഒരു തിരിച്ചടി ഉണ്ടാക്കും സംഘടനാ നേതൃത്വത്തിന് എന്നതാണ് അറിയേണ്ടത്. അതിനായി നമുക്ക് കാത്തിരിക്കാം. ദീപക് മോഹനാണ് ക്വിക്ക് അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേർന്നത്.